നീ ഇനി വീഡിയോ ചെയ്യരുത്. നീ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി യൂട്യൂബിലും ഒന്നും ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്യരുത്. ഇത് എനിക്കിപ്പോൾ 2-3-4 ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളാണ്, ഭീഷണിയാണ്. വീഡിയോ ചെയ്യരുത് എന്നാണ്. വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയുടെ നഗ്ന വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും എന്നാണ് ഈ വ്യക്തിയുടെ ഭയപ്പെടുത്തൽ, ഭീഷണി. ID മാക്സിമം പരിശോധിച്ച് നോക്കിയിട്ട് അതൊരു ഫേക്ക് IDയിൽ നിന്നാണ് ഇത്തരത്തിൽ നിരന്തരമായിട്ട് അശ്ലീല മെസ്സേജുകളും ന്യൂഡ് ഫോട്ടോകളും അതുപോലെ AI ഫോട്ടോകളും അതുപോലെ ഈ നിരോധിത സൈറ്റുകളിൽ നിന്നുള്ള പല സ്ക്രീൻഷോട്ടുകളും ഫോട്ടോകളും ഒക്കെ നിരന്തരമായിട്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ നിരന്തരമായിട്ട് ഇങ്ങനെ അയച്ചു തരികയും അതുപോലെ അതിനോടൊപ്പം തന്നെ ഭീഷണിയുമാണ്. വീഡിയോ ചെയ്യാൻ പാടില്ല. വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയുടെ നഗ്ന വീഡിയോസ് അത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളുമാണ് നിങ്ങൾ കാണുന്നത്. അത് പോരാഞ്ഞിട്ടതിന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ വന്നിട്ട് ഈ വ്യക്തി പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റുകൾ ഒന്ന് ഇപ്രകാരമാണ്: ഇവളുടെ പേഴ്സണൽ ഫോട്ടോകൾ ആവശ്യമുള്ളവർ എന്നെ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരത്തിൽ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. വീഡിയോകൾ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ഒരു ടോപ്പിക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. ഒരു ടോപ്പിക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, പൊളിറ്റിക്സ് പറയാൻ പാടില്ല, രാഷ്ട്രീയം പറയരുത്. അത്തരത്തിൽ ഒരു ഞാൻ നിരന്തരമായിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര്, ഒരു സംഘത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായിട്ട് ഇത്തരം ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഒരു മുസ്ലിം നാമത്തിലുള്ള ഒരു IDയിൽ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത്. ബട്ട് ആ ID മുസ്ലിം വ്യക്തി തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സംശയമുണ്ട് എന്ന് പറയാൻ കാരണം, ഈ വ്യക്തി പലപ്പോഴും ചാറ്റുകളിൽ സംസാരിക്കുമ്പോൾ മെസ്സേജ് ചെയ്യുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ബട്ട് ഈ ചാറ്റുകൾ നിരന്തരമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചാറ്റുകൾക്കിടയിലൊക്കെ ഈ വ്യക്തി പറയുന്നുണ്ട്, ഈശ്വരനാണ് സത്യം, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യുമെന്ന് ഈശ്വരനാണ് സത്യം എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് ഒരു തരത്തിൽ ഇത് ഡൈവേർട്ട് ചെയ്ത് വിടാനാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നിരന്തരമായിട്ട് ഇങ്ങനെ ന്യൂഡ് ഫോട്ടോകൾ, അത് പല പോൺ സൈറ്റുകളിൽ നിന്നുമുള്ള ന്യൂഡ് ഫോട്ടോകൾ, അതുപോലെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ന്യൂഡ് ഫോട്ടോകൾ ഇങ്ങനെ നിരന്തരമായി അയച്ചു കൊടുക്കുന്നു. അതുപോലെ നിരന്തരമായ ഇത്തരത്തിലുള്ള അശ്ലീല മെസ്സേജുകൾ, എൻ്റെ ഭാര്യയെ നിനക്ക് വേണം, നിന്റെ ഭാര്യയെ എനിക്ക് വേണമെന്ന്, നിന്റെ ഭാര്യയെ എനിക്ക് വേണം എന്നൊക്കെയാണ് ഇയാളുടെ ആഗ്രഹം. അപ്പോൾ അത്തരത്തിൽ മെസ്സേജുകൾ, അതിന് പുറമെ ഭീഷണിയാണ്. നിന്റെ ഭാര്യയുടെ നഗ്ന ഫോട്ടോകൾ ഉണ്ടാക്കി ഈ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു കുറേ AI ഫോട്ടോകൾ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം നിരന്തരമായി AI ഫോട്ടോകൾ നിരന്തരമായി എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ നിന്റെ ഭാര്യയുടെ ഫോട്ടോകൾ, അത് നഗ്ന ഫോട്ടോകൾ, ആളുടെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ്: നിന്റെ ഭാര്യയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അത് അത്തരത്തിൽ നിരന്തരമായി ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സൈബർ പോലീസിലേക്ക് പോകണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് നിൽക്കുന്നത്. ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയാം. ആ കാര്യം എന്ന് പറയുന്നത്, ഇത് ഫേക്ക് ആണെങ്കിലും ഇനി ഒറിജിനൽ ആണെങ്കിലും ആരാണെങ്കിലും കണ്ടുപിടിച്ച് ആളാരാണെന്ന് മനസ്സിലായാൽ പിന്നെ വീട്ടിൽ കയറി തല്ലുമെന്ന് മാത്രമല്ല, നിന്റെ സൂക്കട് അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സൂക്കട് അങ്ങ് മാറ്റിത്തരും. അത് ഏത് രീതിയിലായിരിക്കും പ്രതികരണമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഇവരൊക്കെ വായടച്ചിരുന്ന് ഒന്നും പ്രതികരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ പണി ഇവിടെ നിർത്തിക്കോ. അതല്ലെങ്കിൽ വെറും പോലീസ് കംപ്ലൈൻറ്റിലോ നിയമപരമായ നടപടികളിലോ ഇത് ഒതുങ്ങുന്നതായിരിക്കില്ല. അതിനപ്പുറത്തേക്ക്
ഈ കാര്യത്തെ കൊണ്ടു ചെന്നെത്തിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. എന്ത് വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞോ, ആരെ വിമർശിക്കരുതെന്ന് പറഞ്ഞോ, അത് തന്നെയാണ്, തുടരാൻ തന്നെയാണ് തീരുമാനം. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ, ഇത്തരം ഭയപ്പെടുത്തലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല നിലപാട്, ആ നിലപാടുണ്ട്. ആ നിലപാട് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം.